സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്നവരായാലും ഡയറ്റ് എടുക്കുന്നവരായാലും എല്ലാം സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നേരിട്ടൊരു ന്യൂട്രീഷനിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനിസ്റ്റിനോ കാണാൻ പോകാതെ തന്നെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴിയുള്ള അവർ പറയുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തുടരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശരിക്കും നല്ല രീതിയിലാണോ? മിക്കതും ഈ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അവരുടെ ഒരു റേറ്റിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരതിൽ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത്രയും അധികം എഡ്യൂക്കേഷനും ഇത്രയും അധികം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഡയറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ അവര് എടുത്തിട്ട് അവർക്ക് പ്രയോജനം കിട്ടിയതായിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും പ്രയോജനം കിട്ടണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന ഡയറ്റ് ചെയ്ത് ഒത്തിരി പേര് ഈ ഒത്തിരി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ആയിട്ടും നമ്മളെ വന്ന് കാണുന്നവരുണ്ട്. നമ്മളെ ചോദിക്കുമ്പം പറയുന്നത് ഇന്ന ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന യൂട്യൂബ് നോക്കി ഞാൻ ഡയറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് പല ഫുഡ് ഗ്രൂപ്പ്സും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് ആ ഇൻഫ്ലുവൻസറിന് വെയിറ്റ് കുറഞ്ഞു കാണും, കാരണം അത് അവരുടെ ബോഡിക്ക് സൂട്ടായതാണ്. പക്ഷെ ആ സെയിം തിങ് എൻ്റെ ബോഡിക്ക് സൂട്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു ഡയറ്റീഷ്യനെ കണ്ട് അത് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.